നമ്മൾ ഇക്വേഷന് പോകുമ്പോൾ മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഫേസാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത്, അതായത് നമ്മളിങ്ങനെ നേരെ നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ് ഫേസ്. അപ്പോൾ ആ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫേസ് തിരിക്കാൻ പറഞ്ഞാൽ ഇതാണ് തിരിക്കേണ്ടത്. ഓക്കെ, ഇതാദ്യം മനസ്സിലാക്കുക. ഫേസ് തിരിക്കാനുള്ള കാണിക്കുമ്പോൾ ഇക്വേഷനിൽ ഫേസ് എന്ന് കാണിക്കുമ്പോൾ ഇതാണ് തിരിക്കേണ്ടത്. ഇനി ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബാക്ക് വരിക. അപ്പോൾ ബാക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റുള്ളത്. ബാക്ക് തിരിക്കാൻ പറഞ്ഞാൽ ഇതാണ് തിരിക്കേണ്ടത്. അപ്പോൾ ഇത് തിരിക്കുമ്പോൾ ബാക്ക് തിരിയും കേട്ടോ. ബാക്ക് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റിലാണ് തിരിക്കേണ്ടത്. ഇനി അപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പാണല്ലോ, മുകളിലാണല്ലോ. മുകളിൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കാണുന്നതിൻ്റെ മുകളിലത്തെ ഇത്. അപ്പോൾ അപ്പ് മനസ്സിലായില്ലേ? അപ്പ് ഇത് മാറിപ്പോരുത്, അപ്പ്. പിന്നെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് റൈറ്റ് വരിക. ഓക്കെ, റൈറ്റ് പറഞ്ഞാൽ വലതേ ഭാഗത്തുള്ളത്. അപ്പോൾ കാണുമ്പോൾ വലതേ ഭാഗത്തുള്ള ഇതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇനി ഇത് ക്ലോക്ക് വൈസും ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസും ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലോക്ക് വൈസ് നിങ്ങൾക്ക് ക്ലോക്കിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ക്ലോക്കിൻ്റെ വെയിറ്റ് കിട്ടും ക്ലോക്ക്. അപ്പോൾ ക്ലോക്ക് വൈസ് അറിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിങ്ങനെ വലത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ കാണില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് ക്ലോക്ക് വൈസ് അറിയുമ്പോൾ നമ്മളും. ക്ലോക്ക് വൈസ് അറിയുമ്പോൾ ഇങ്ങോട്ട് വരും, ആൻറ്റി ക്ലോക്ക് വൈസ് അറിയുമ്പോൾ ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ഇങ്ങനെ വരുമ്പോൾ ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഇത് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇനി അപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇനി ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഫേസ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തിരിക്കും, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിക്കും. റൈറ്റ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിക്കും, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കാം. ശേഷം ബാക്ക് 2 ടൈംസ് എന്നൊക്കെ പറയും. ബാക്ക് 2 ടൈംസ് പറയുമ്പോൾ ബാക്ക് 1 2. ഓക്കെ, മനസ്സിലായോ? അതായത് ബാക്ക് 2 ടൈംസ് പറഞ്ഞാൽ ഇതാണ് ബാക്ക് വരുന്നത്, നേരെ ഓപ്പോസിറ്റ്. ബാക്ക് 1 ബാക്ക് 2 ടൈംസ്. അപ്പോൾ അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, വേറൊന്നുമില്ല. മെയിനായിട്ട് പഠിക്കേണ്ടത് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻഡ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ അത് മനസ്സിലാക്കും.